ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മളിന്നും പഠിക്കാൻ പോകുന്നത് നോൺ റിട്ടേൺ വാൽവ് എന്താണെന്നാൽ ന്യൂമാറ്റിക് ഡിവൈസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കമ്പോണൻ്റ് ആണ് നോൺ റിട്ടേൺ വാൽവ്. വാൽവുകളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്ന ഒരു ഭാഗമാണ് നോൺ റിട്ടേൺ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പാർട്സ് ആദ്യം തന്നെ പഠിക്കാം. അതിനകത്ത് പാർട്സ് വരുന്നുണ്ട്: ക്യാപ്പ്, സ്റ്റോപ്പ് പ്ലഗ്, ഹിഞ്ച്, ഡിസ്ക്, ഹിഞ്ചിനകത്ത് ഡിസ്ക്, ബോഡി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാപ്പാണ്. രണ്ടെന്ന് പറയുന്നത് സ്റ്റോപ്പ് പ്ലഗ് ആണ്, എന്തിനും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലഗ് ആണ്. ഈ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഹിഞ്ച് നട്ടാണ്. നാലാമത്തെയാണ് ഹിഞ്ച് പ്ലഗ്. ഈ ഒരു സാധനത്തിനെയാണ് ഹിഞ്ച് പ്ലഗ് എന്ന് പറയുന്നത്. നാലാമത്തെ ഹിഞ്ച് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ആണ് ആ ഹിഞ്ച് ഡിസ്കിൻ്റെ നട്ട്. ആ നട്ടാണത്. ഹിഞ്ച് നട്ട് ചെയ്ത് അല്ലെങ്കിൽ ടൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് ഹിഞ്ച് നട്ട് യൂസ് ചെയ്യുന്നത്. ആറാമത്തെ പാർട്ട് എന്താണ്? ആറാമത്തെ പാർട്ട് ഒരു ഡിസ്ക്കാണ്. ഓക്കെ, ഒരു ഡിസ്ക് പാർട്ടാണ്. ഏഴാമത്താണ് എൻ്റെ ബോഡി എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ബോഡി. അപ്പോൾ ബോഡി നോക്കുക, ബോഡി രണ്ട് സൈഡിലും ത്രെഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻലെറ്റ് പൈപ്പും ഔട്ട്ലെറ്റ് പൈപ്പും ത്രെഡ് വഴി, ഇൻറ്റേർണൽ ത്രെഡ് വഴി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ത്രെഡ് ഇൻറ്റേർണൽ ത്രെഡ് എന്നുള്ള കോമ്പിനേഷൻ വഴി നമ്മൾ ടൈറ്റ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ അവിടെ ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഹിഞ്ചാണ് കണ്ടേ. ഹിഞ്ച് എന്ന് പറയുന്ന പ്രശ്നം എന്താണ്? ഹിഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ, ഇങ്ങനെ ഒരു ആക്ഷന് വേണ്ടിയാണ് നമ്മൾ ഹിഞ്ച് യൂസ് ചെയ്യുന്നത്. അതായത് ഡോറ് തുറക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ജനൽ, ഒരു വിൻഡോ തുറക്കുന്നത് പോലെ വാട്ടർ, ഈ ഒരു വാട്ടറോ എയറോ ഏതായാലും ഫ്ലൂയിഡ് ഏതെങ്കിലും ഇതിനുള്ളിലോട്ട് കയറുമ്പോഴേക്കും ഈ ഒരു ഡയറക്ഷനിൽ തള്ളും അല്ലേ. ഈ ഒരു പൊസിഷനിൽ ഇതിനെ പ്രഷർ കൊണ്ട് തള്ളും. അപ്പോൾ ഈ പ്രഷർ കാരണം ഇത് മുകളിലോട്ട് പൊങ്ങുന്നു, ഹിഞ്ച് മുകളിലോട്ട് പൊങ്ങുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലെ കൂടി എയർ പാസേജ് വീഴുന്നു, നേരെ ഇതിലെ കൂടി പോകുന്നു. അപ്പോൾ പ്രഷർ ഇവിടെ വരുന്ന ഹൈ പ്രഷർ കാരണം ഈ ഹിഞ്ച് വഴി ഈ സാധനം മുകളിലോട്ട് പൊങ്ങി നമുക്ക് ഇതിലെ കൂടി എയർ ഫ്ലോ അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ ഉണ്ടാവും, അല്ലെങ്കിൽ ലിക്വിഡ് ഫ്ലോ ഉണ്ടാവുന്നു. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വന്നാലോ? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പൊങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണെന്ന് വിചാരിക്കുക. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വരുമ്പോഴേക്കും അവിടെയുള്ള ഫ്ലോ ഇതിന് എഗെയിൻസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ സാധനം താഴോട്ട് താങ്ങുന്നു. താഴോട്ട് താങ്ങിക്കഴിഞ്ഞാൽ, താഴോട്ട് പോയി കഴിഞ്ഞാൽ, പിന്നെ താന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് എയറോ വാട്ടറോ ഒന്നും പോസിബിൾ അല്ല, ഒന്നും കടന്നു പോകാൻ സാധ്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് സീലാണ്, ലീക്ക് പ്രൂഫ് സീൽ ചെയ്ത് വെച്ചേക്കാണ്. ഇത് അടഞ്ഞു കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും ഇതിനകത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വാട്ടറോ ലിക്വിഡോ എയറോ ഫ്ലൂയിഡോ ഒന്നും ഇതിനകത്തോട്ട് പ്രവേശിക്കില്ല. ഓക്കെ, അതാണ് എൻ്റെ വർക്കിംഗ്. ഇതിലേക്കൂടി ഈ ഡയറക്ഷനിൽ, ഈ ഫസ്റ്റ് ഫിഗർ നോക്കുക, ഈ ഡയറക്ഷനിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും, ഹിഞ്ച് ഓപ്പൺ ആവും, ഇതിലേക്കൂടി പുറത്തോട്ട് പോകും. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വന്നാലോ? ഈ ഹിഞ്ച് താഴോട്ട് ആവുന്നു. പിന്നെ ഇതൊരു കാലത്തും ഇതിനകത്തോട്ട് ഈ ഒരു ഡയറക്ഷനിലോട്ട് എയർ പോകുന്നില്ല, അല്ലെങ്കിൽ വാട്ടർ പോകുന്നില്ല, അല്ലെങ്കിൽ ലിക്വിഡ് പോകുന്നില്ല. ഓക്കെ, അതാണ് നോൺ റിട്ടേൺ വാൽവ്. ഒരു ഡയറക്ഷനിലും കൂടി മാത്രം പോകുള്ളൂ, ഇത് തിരിച്ച് റിട്ടേൺ അടിക്കില്ല. അതാണ് നോൺ റിട്ടേൺ വാൽവ്. ഓക്കെ, ഇതും ഒരു നോൺ റിട്ടേൺ വാൽവാണ്. പക്ഷേ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ബോളാണ് അല്ലേ. ബോളാണ് യൂസ് ചെയ്യുന്നത്. പോപ്പറ്റാണ് ഈ സാധനം. ഈ സാധനമാണ് പോപ്പറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഡയറക്ഷനിലോട്ട് നമ്മൾ ഈ ബോൾ താഴോട്ടിരിക്കാമെന്ന് വിചാരിക്കാം. ഈ ഡയറക്ഷനിലോട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ആ പ്രഷറാണ് ബോൾ മുകളിലോട്ട് പൊങ്ങുന്നു. ആ പോകുമ്പോഴേക്കും ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നു. ആ ഗ്യാപ്പിൽ കൂടി വെള്ളം പുറത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ ലിക്വിഡ് പുറത്തോട്ട് പോകുന്നു. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാലോ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബോളിനെ തട്ടും. ഈ ബോൾ നേരെ താഴോട്ട് വീഴും. താഴോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും നമുക്കിതിനകത്ത് ഒരു മോഷൻ ഉണ്ടാവില്ല, ഒരു ലിക്വിഡ് മോഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എയർ ഫ്ലോ ഉണ്ടാവില്ല. ഒരു ഫ്ലോ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അതാണ് നോൺ റിട്ടേൺ വാൽവ് എന്ന് ഉദ്ദേശിക്കുന്നത്. റിട്ടേൺ ചെയ്യാനായിട്ട് ഒരിക്കലും സമ്മതിക്കാത്തൊരു വാൽവാണ് നോൺ റിട്ടേൺ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഫ്ലോ കൺട്രോളാണ്. അപ്പോൾ ആ വാൽവ് എന്ന് പറയുന്നത് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ. ഒരു ഡയറക്ഷനിലോട്ട് മാത്രം ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതും ഒരു ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഫിക്സഡ് ഒറിഫൈസ് എന്ന് പറയും. ഒറിഫൈസിൻ്റെ സിമ്പിളാണ് ഈ തന്നിരിക്കുന്നത്. ഈ താഴെ തന്നിരിക്കുന്നതാണ് ഒറിഫൈസിൻ്റെ സിമ്പിൾ. നമുക്ക് എല്ലാം കൂടി ഒരു സിമ്പിൾ ഞാൻ പറയുന്നുണ്ട്. ഒരു PDF കംപ്ലീറ്റ് എല്ലാത്തിൻ്റെയും സിമ്പിൾ ഞാൻ തരുന്നുണ്ട്. അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇപ്പോൾ ഇത് പഠിക്കുക. ഇതാണ് ഇതിൻ്റെ ഒറിഫൈസിൻ്റെ സിമ്പിൾ. എന്തിനാണ് ഒറിഫൈസ് യൂസ് ചെയ്യുന്നത്? ഒറിഫൈസ് യൂസ് ചെയ്യുന്നത് പ്രഷർ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ചെറിയൊരു പ്രഷർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട്, എന്നാൽ അതിൻ്റെ ഒരു ഫ്ലൂയിഡ് ഫ്ലോവിന് ഒരു വ്യത്യാസമില്ലാതെ പ്രഷർ മാത്രം ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രഷർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിലേക്കൂടി എയർ എൻ്റർ ആയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് എൻലാർജ്മെൻറ്റ് സംഭവിക്കും. അപ്പോൾ അവിടെ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും. ഫ്ലോ അതേ സെയിം സ്പീഡായിരിക്കുള്ളൂ. ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവാൻ വേണ്ടിയാണ്. ഈ ഡയറക്ഷനിലോട്ടാണ് വരുന്നത്. അതായത് ഇവിടെ നിന്ന് താഴോട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പൈപ്പ് പകുതി അടച്ചു പിടിച്ചാലുള്ള അവസ്ഥ. പകുതി അടച്ചു പിടിക്കുമ്പോഴേക്കും വെള്ളം പുറത്തോട്ട് ചാടിപ്പോകുന്നു അല്ലേ. പൈപ്പിൽ കൂടി വെള്ളം പോകുമ്പോൾ പൈപ്പ് പകുതി നമ്മൾ അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
വെള്ളം ചാടി പുറത്തോട്ട്, കുറച്ച് പ്രഷറിലല്ല കുറച്ച് വെലോസിറ്റിയിലാണ് പോകുന്നത്, കുറച്ച് ദൂരെ മാറി വീഴുന്നു. ദൂരെ മാറി വീഴുന്നു എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ വെലോസിറ്റി, വാട്ടറിൻ്റെ വെലോസിറ്റി കൂടി, പക്ഷേ പ്രഷർ ഡ്രോപ്പാണ് സംഭവിക്കുന്നത്. അവിടെ ഒരു പ്രഷർ ഡ്രോപ്പ് സംഭവിക്കുന്നു. ഓക്കെ, വെലോസിറ്റിയാണ് അതിനകത്ത് കൂടുന്നത്. അപ്പോൾ അതേ ഫങ്ഷനാണ് ഓറിഫൈസിൽ വരുന്നത്. ഓറിഫൈസിൽ പ്രഷർ ഡ്രോപ്പ് ഫ്ലോ റെഗുലേറ്റ് ചെയ്ത്, ഫ്ലോ ഒന്നും സംഭവിക്കാതെ നമുക്കതിൻ്റെ പ്രഷർ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, അതിനാണ് നമ്മൾ ഓറിഫൈസ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് വേരിയബിൾ ഫ്ലോ കൺട്രോൾ വാൽവ്. വേരിയബിൾ ഫ്ലോ കൺട്രോൾ വാൽവ്. ഓക്കെ, വേരിയബിൾ ഫ്ലോ കൺട്രോൾ, അതായത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചുള്ള ഫ്ലോ നമുക്ക് റെഗുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് വേരിയബിൾ ഫ്ലോ കൺട്രോൾ വാൽവ്. നമ്മുടെ പൈപ്പ് നോബ് ചെറുതായിട്ട് തുറന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പോകും അല്ലേ. ഫുള്ള് തുറന്നു കഴിഞ്ഞാലോ ഫുൾ പൈപ്പ്, സാധാരണ പൈപ്പിൽ കൂടി വെള്ളം പോകുന്നല്ലോ, സാധാരണ ആ ഹോസിൽ കൂടി വെള്ളം പോകുന്നത് പോലെ കറക്റ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതേ ഫംഗ്ഷനാണ് വരുന്നത്. ഇവിടെ നോബാണ്, ഈ താഴെ കൂടിയാണ് ഇതിൻ്റെ ഇൻലെറ്റ് വരുന്നത്, ഇത് ഔട്ട്ലെറ്റ് വരുന്നത്. ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉള്ളതിൻ്റെ ഇടയിൽ കൂടി അല്ലേ, അപ്പോൾ ചെറിയ ഗ്യാപ്പിൽ കൂടിയാണ് വെള്ളം പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ വെലോസിറ്റി കൂടും, പ്രഷർ കുറയും. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ച് ചെറിയൊരു ഡിസ്ചാർജ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ നോക്കാം, ഇവിടെ ഫുൾ ഓപ്പൺ ആണ്. ഫുൾ ഓപ്പൺ ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഫുൾ ഇതിൽ കൂടി ഇവിടെ എന്താണോ പ്രഷർ അല്ലെങ്കിൽ ഇവിടെ എന്താണോ വെലോസിറ്റി, അതേ പ്രഷർ അതേ വെലോസിറ്റി ഇവിടെയും കിട്ടും. ഡിസ്ചാർജ് വ്യത്യാസം ഉണ്ടാവാതെ നമുക്ക് ഈ ഒരു വാൽവിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് ഈ നോബ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത്. ഒരു സ്ക്രൂ അറേഞ്ച്മെൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ സ്ക്രൂ വെച്ച് താഴത്തോട്ട് താത്തി കഴിഞ്ഞാൽ ഈ പൈപ്പ് അടക്കുന്നത് പോലെ അടക്കുകയും ചെയ്യാം. തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതേ ഫുൾ പ്രഷറിൽ അതേ ഫുൾ ഡിസ്ചാർജിൽ തന്നെ നമുക്ക് ലിക്വിഡ് ഫ്ലോ അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അതാണ് വേരിയബിൾ ഫ്ലോ കൺട്രോൾ ഡിവൈസ്. വേരിയബിൾ ഫ്ലോ കൺട്രോൾ ഡിവൈസ്. അതിൻ്റെ സിമ്പിൾ നമുക്കുണ്ട്. സിമ്പിൾ ഞാൻ ലാസ്റ്റത്തെ PDF എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പേര് ഓർത്തിരിക്കുക, വേരിയബിൾ ഫ്ലോ കൺട്രോൾ ഡിവൈസ്. വേരിയബിളായിട്ട് നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അതിനാണ് വേരിയബിൾ ഫ്ലോ കൺട്രോൾ ഡിവൈസ്. ഓക്കെ, അടുത്താണ് വൺ വേ ഫ്ലോ കൺട്രോൾ വാൽവ്. വൺ വേ ഫ്ലോ കൺട്രോൾ വാൽവ്, അതായത് ഒരു ഡയറക്ഷനിലേക്ക് കൂടി മാത്രം ഇതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ഡയറക്ഷനിൽ ത്രൂ ഔട്ടായിട്ട് നമ്മൾ വെള്ളം വന്നു കഴിഞ്ഞാൽ, ലിക്വിഡ് വന്നു കഴിഞ്ഞാൽ മറ്റേ ഡയറക്ഷനിൽ ഇത് ചെയ്യാൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് വാൽവുണ്ട്, രണ്ട് പോർട്ടുകളുണ്ട്. ഇൻലെറ്റ് പോർട്ട് ഇത്, ഔട്ട്ലെറ്റ് പോർട്ട് ഇത്. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സ്പ്രിംഗ് ബോളുണ്ട്, അല്ലെങ്കിൽ സ്പ്രിങ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ബോളുണ്ട്. അത് നമ്മുടെ പോപ്പറ്റിൻ്റെ അതേപോലെ ഒരു ഡിവൈസാണ്. ഇതിനെ പോപ്പറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതിന് മേളിലൊരു നോബുണ്ട് അല്ലേ, നോബ്, അതാണ് കൺട്രോൾ നോബ് എന്ന് പറയുന്നത്. നമ്മുടെ വെള്ളം ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ പ്രഷറുള്ള കാരണം, അല്ലെങ്കിൽ ഇവിടെ പോപ്പറ്റുള്ള കാരണം ഇതിവിടെ വന്ന് അടയുന്നു, ഇതിവിടെ അടയുന്നു. ഓക്കെ, ഇത് നേരെ ഇതിലേക്ക് കൂടി പുറത്തോട്ട് പോകുന്നു. ഇത് നേരെ ആ അടയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കൂടി ഒരു മോഷൻ പോസിബിൾ അല്ല, ഇതിലേക്ക് കൂടി ഇങ്ങനൊരു ഇത് പോസിബിൾ അല്ല. മനസ്സിലായോ? അത് ഇതിലേക്ക് കൂടിയാണ് നമ്മൾ വാട്ടർ ഇൻലെറ്റ് വിടുന്നതാണെങ്കിൽ ഇത് നേരെ ഇതിലേക്ക് കൂടി വന്ന് ഇവിടെ ഫ്ലോ ക്ലോസ് ആവുന്നു. അപ്പോൾ ക്ലോസ് ആവുന്നതിനനുസരിച്ച് ഇത് സാധനം മേലോട്ട് പോകുന്നു. നമ്മൾ ഈ നോബ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ നോബ് ഇതുവഴി പുറത്തോട്ട് വന്ന് ഇതിലേക്ക് കൂടി പുറത്തോട്ട് പോകുന്നു. മനസ്സിലായോ? അതൊരു ബൈപ്പാസാണത്. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്കായി, പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതിലേക്ക് കൂടി പോകാൻ പറ്റുള്ളൂ. ഇവിടെയാണെങ്കിൽ ഒരു നോബുണ്ട്, ആ നോബ് തിരിച്ചു കൊടുക്കുന്നതനുസരിച്ചുള്ള ഫ്ലോ നമുക്ക് ഇതിൻ്റെ ഉൾത്തോടി നമുക്ക് കിട്ടും. ഓക്കെ, അതേസമയം ഓപ്പോസിറ്റ് ഡയറക്ഷനാണെന്ന് വിചാരിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോഴേക്കും സംഭവിക്കും, ഈ സ്പ്രിങ് കാരണം ഈ പോപ്പറ്റ് അകത്തോട്ട് തള്ളുന്നു. പോപ്പറ്റ് അകത്തോട്ട് വന്നാൽ പോപ്പറ്റ് ഓപ്പണായി, പിന്നെ ഇത് ഡയറക്റ്റായിട്ട് ഔട്ട്ലെറ്റിലൂടെ പുറത്തോട്ട് പോകുന്നു. ഓക്കെ, അതായത് ഒരു ഡയറക്ഷനിൽ മാത്രം നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അതേ ഡയറക്ഷനിൽ അത്രയും പ്രഷറിൽ തന്നെ പുറത്തോട്ട് വരും. അതാണ് വൺ ഡയറക്ഷൻ അല്ലെങ്കിൽ വൺ വേ ഫ്ലോ കൺട്രോൾ വാൽവ്. അതാണ് വൺ വേ ഫ്ലോ കൺട്രോൾ വാൽവ്. ഓക്കെ, അപ്പോൾ ഇനി ഈ വാട്ടറിൻ്റെ, അപ്പോൾ ഇതൊക്കെ ഫ്ലോ കൺട്രോൾ ചെയ്യാനും ഫ്ലോയിൻ്റെ റെസ്ട്രിക്ഷനാണ് നമുക്ക് ഇത്ര നാൾ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പീഡ്, അതായത് വാട്ടറിൻ്റെ സ്പീഡ്, വെലോസിറ്റി നമ്മൾ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്പീഡ് കൺട്രോൾ മെത്തേഡ്. സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഏതൊക്കെയാണ്? മീറ്റർ ഇൻ സ്പീഡ്, അതായത് ഇൻലെറ്റ് പോർട്ടിൽ മീറ്റർ ഘടിപ്പിക്കുമ്പോൾ, അതായത് ഒരു ആക്ച്വേറ്റിംഗ് ഡിവൈസിൽ ഇൻലെറ്റ് ഉണ്ടോ ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഇൻലെറ്റിലോട്ട് വരുന്ന പ്രഷറൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു എയർ ഉണ്ടാവും, ഔട്ട്ലെറ്റിൽ കൂടി പ്രഷർ വരുന്ന ഒരു എയർ ഉണ്ടാവും. അപ്പോൾ ഈ മീറ്റർ ഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോ അല്ലെങ്കിൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഇൻലെറ്റിലോട്ട് പോകുന്ന സ്ഥലത്തായിരിക്കുള്ളൂ നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പീഡ് എന്തോരമാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇൻലെറ്റിൻ്റെ അവിടെ ഇരിക്കുള്ളൂ. ഓക്കെ,
മീറ്റർ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്ലെറ്റിൻ്റെ അവിടെ മീറ്റർ ഘടിപ്പിക്കുന്നു. എന്താണ് സ്പീഡോമീറ്റർ അല്ലെങ്കിൽ എത്രയാണ് സ്പീഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റർ നമ്മൾ ഔട്ട്ലെറ്റ് ഘടിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ബ്ലീഡ് ഓഫ് എന്താണ്? ബ്ലീഡ് ഓഫ് എന്ന് പറയുന്നത് ഈ എക്സസ് ആയിട്ട് വരുന്ന സിലിണ്ടറിനുള്ള എക്സസ് ആയിട്ട് വരുന്ന വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് നേരെ ടാങ്കിനകത്തോട്ട് വിടും. നേരെ സർജ് ടാങ്കിൽ, ഏതാണ് ടാങ്ക്, ആ ടാങ്കിനകത്തോട്ട് വിടും. ഒരു റിസർവെയർ ഉണ്ടാവും, ആ റിസർവെയറിനകത്തോട്ടായിരിക്കും നമ്മൾ ഈ വിടുന്നത്. ഓക്കെ, അതിനെയാണ് ബ്ലീഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിനാണ് ബ്ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലീഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഈ പുറത്തോട്ട് പോകുന്ന അല്ലെങ്കിൽ ടാങ്കിലോട്ട് പോകുന്ന അല്ലെങ്കിൽ എക്സസ് ആയിട്ട് വരുന്ന സാധനം ടാങ്കിലോട്ട് പോകുമ്പോൾ ആ പോകുന്ന എന്തോരമാണ്, അതിൻ്റെ സ്പീഡ് എന്തോരമാണ് എന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ എവിടെയാണ് മീറ്റർ വെക്കുന്നതെങ്കിൽ അതാണ് ബ്ലീഡ് ഓഫ് സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ മീറ്റർ. ഓക്കെ, അതായത് നമ്മളുടെ സ്പീഡ് കൺട്രോൾ ഡിവൈസസ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. ഈ ഒരു ഫ്ലോ കൺട്രോളാണ് അതിൻ്റെ പിക്ചർ. ഓക്കെ, സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു ഒറിഫൈസും ഉണ്ടാവും, അതേപോലെ ഒരു പോക്കറ്റും ഉണ്ടാവും. അത് രണ്ടും കൂടി ഘടിപ്പിക്കേണ്ട ഇടയിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് 2 മീറ്റർ ഉണ്ടാവും. ഇവിടെ നോക്കാം, ഇത് പ്രഷർ ഗേജാണ്. ഓക്കെ, അതിൻ്റെ ഈ ഒരു സാധനത്തിൻ്റെ ഫ്ലോ കൺട്രോൾ ഡിവൈസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു പ്രഷർ ഗേജ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒറിഫൈസ് ഉണ്ടാവും. ഇത് ഒറിഫൈസിൻ്റെ സിമ്പിളാണ്. ഈ ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ കൺട്രോളബിൾ ഒറിഫൈസ് ആണ്. ഇതിലേക്ക് ഒരു ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ അർത്ഥം. ഈ ഒറിഫൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇത് നേരെ ഒരു പോക്കറ്റാണ്. ഓക്കെ, അതായത് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ, ഇപ്പോൾ നമ്മളുടെ മീറ്റർ ഇൻ ആണെന്ന് വിചാരിക്കരുത്. ഇത് മീറ്റർ ഇൻ അല്ലെങ്കിൽ ഇൻലെറ്റിലോട്ട് വരുന്ന പ്രഷറാണ് നമ്മൾ അളക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇതാണ് എൻ്റെ ടാങ്ക്, ഇതാണ് എൻ്റെ ടാങ്ക് അല്ലെങ്കിൽ അതിൻ്റെ റിസർവെയർ എന്ന് പറയുന്നു. ഇത് പമ്പ്. ഓക്കെ, പമ്പിൽ കൂടി ഇത് എയർ ഇൻലെറ്റായി, ഇത് ഇൻലെറ്റിലോട്ട് പോകുന്നു അല്ലേ, ഇത് ഇൻലെറ്റാണ്. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോഴേക്കും ഇതെന്ത് ചെയ്യും? നേരെ ഈ വഴി കയറും, ബൈപ്പാസ് വഴി കയറും, അതേപോലെ ഈ വഴിയും കയറും. ബൈപ്പാസ് വഴി കയറുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ പോപ്പറ്റ് ഒന്ന് അടയും. പോപ്പറ്റ് നേരെ ഇൻലെറ്റിൻ്റെ അവിടെ ഇരിക്കുന്നത്, പോപ്പറ്റ് ഒന്ന് അടയും. ഓക്കെ, അപ്പോൾ ഈ വഴി മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, വാട്ടർ അല്ലെങ്കിൽ എയർ പോകാൻ പറ്റുള്ളൂ. ആ സമയം ഇതിലേക്ക് കൂടി വരികയാണെങ്കിലോ, ഇതിലേക്ക് കൂടി വരുമ്പോഴേക്കും ഇവിടെ ഒരു ഒറിഫൈസും ഉണ്ട്, അതേപോലെ ഇതിലേക്ക് കൂടി പോപ്പറ്റും ഉണ്ട്. ഇതിലേക്ക് കൂടി വരുമ്പോഴേക്കും ഈ പോപ്പറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് വരും, ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പറ്റ് ഓപ്പൺ ആവും. അപ്പോൾ ഈ ബൈപ്പാസ് കൂടി ആയിരിക്കുള്ളൂ ഔട്ട്ലെറ്റ് വരുന്ന പ്രഷർ പോകുന്നത്. ഈ ബൈപ്പാസിൽ കൂടി വരും ഔട്ട്ലെറ്റ് പോകുന്നത്, ഇൻലെറ്റ് ഒറിഫൈസിൽ കൂടി പോകും. ആ ഒറിഫൈസിലായിരിക്കുള്ളൂ നമ്മൾ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻലെറ്റിൽ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മീറ്റർ ഇൻ സ്പീഡ് കൺട്രോൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒറിഫൈസ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൺട്രോളബിളായി. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സാധനം വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഫ്ലോ കൺട്രോളബിൾ ഡിവൈസാണ്. ഓക്കെ, അപ്പോൾ ഈ പോപ്പറ്റ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടി മാത്രം ഒറിഫൈസ് അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടി മാത്രം ഈ മീറ്റർ അല്ലെങ്കിൽ ഈ ഒരു ഒറിഫൈസ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഔട്ട്ലെറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യില്ല. സമയം ഇവിടെ നോക്കുക, ഇത് ഔട്ട്ലെറ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഇൻലെറ്റാണ്. ഇങ്ങനെയാണ് ഇൻലെറ്റ്, ഇങ്ങനെയാണ് ഔട്ട്ലെറ്റ്. ഈ ആക്ച്വേറ്റിംഗ് ഡിവൈസിൽ നിന്ന് സിലിണ്ടറിൽ നിന്ന് നേരെ റിസർവോയിലോട്ട് പോകുന്നതാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഈ റിസർവോയിൽ നിന്ന് നേരെ പമ്പ് വഴിയിലേക്ക് കൂടി പോകുന്നതാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻലെറ്റ് ആയിരിക്കാം. ഇൻലെറ്റിലോട്ട് പോകുമ്പോഴേക്കും ഇത് നേരെ ഇങ്ങോട്ട് വരുന്നു, ഇത് ബൈപ്പാസ് വഴി കയറുന്നു. ബൈപ്പാസ് എന്ത് ചെയ്യുന്നു? നേരെ പോപ്പറ്റ് ക്ലോസ് ആവുന്നു. പോപ്പറ്റ് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇൻലെറ്റിലോട്ട് പോകാനായിട്ട് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഒറിഫൈസ് വഴി മാത്രമേ ഇൻലെറ്റിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഈ വഴി ഔട്ട്ലെറ്റിലോട്ട് തന്നെയാണെങ്കിലാണ് നേരെ ബൈപ്പാസ് വഴിയായിരിക്കും വരുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ ഫ്ലോ കൺട്രോൾ ഇൻ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മീറ്റർ ഔട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ പോപ്പറ്റ് നേരെ തിരിച്ചിട്ടാൽ മതി. പോപ്പറ്റ് നേരെ തിരിച്ചിട്ടാൽ എന്ത് സംഭവിക്കും? ഔട്ട്ലെറ്റിൽ കൂടി വരുന്ന പ്രഷർ മാത്രമേ അല്ലേ, ഔട്ട്ലെറ്റിൽ കൂടി വരുന്ന പൈപ്പ് മാത്രമേ ഒറിഫൈസ് കൂടി കയറുള്ളൂ. മറ്റേത് ക്ലോസ് ആയി പോകും. ഇൻലെറ്റ് വരുമ്പോഴേക്കും ഈ ബൈപ്പാസ് വഴി കയറും, ഔട്ട്ലെറ്റ് വരുമ്പോഴേക്കും നേരെ ഒറിഫൈസിലോട്ടേ കയറുള്ളൂ. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇനി ബ്ലീഡ് ഓഫ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ബ്ലീഡ് ഓഫ് എന്ന് പറയുന്നത് ഇത് രണ്ടും അല്ല, ഈ രണ്ട് സാധനങ്ങളും അല്ല. ബ്ലീഡ് ഓഫ് എന്ന് പറയുന്നത് ഇതിലേക്ക് കൂടി വരുന്ന ഈ റിസർവറിലോട്ട് പോകുന്നൊരു സാധനമുണ്ട്, ഒരു പൈപ്പുണ്ട് കണ്ടോ, ഇതിങ്ങനെ വന്ന് ഇത് നേരെ റിസർവറിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കുള്ളൂ നമ്മളുടെ ഈ ഒരു സാധനം വരുന്നത്. ഓക്കെ, ഈ വാൽവിൻ്റെ അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് വാൽവ് എന്ന് പറയുന്നത്. ഇവിടെ വാൽവ് എന്ന് പറയുന്നത് എത്ര വാൽവ് ഉണ്ട്? 1, 2, 3 എത്ര പോർട്ടുകളുണ്ട് ഈ വാൽവിന്? 4 പോർട്ടുകളാണുള്ളത്. 4 പോർട്ട്, 1, 2, 3, 4. ഓക്കെ, എത്ര സ്റ്റേജുകളുണ്ട്? 3 സ്റ്റേജുകളുണ്ട്.
ഇതൊരു സ്റ്റേജ്. ഈ ഒരു വലിയ റെക്റ്റാങ്കിൾ എത്ര ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 മൂന്നാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിളിൻ്റെ അകത്തുള്ള ഈ ഒരു റെക്റ്റാങ്കിളിൽ എത്ര വരകളുണ്ട് അല്ലെങ്കിൽ എത്ര പോർട്ടുകളുണ്ട്? 1 2, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം മേളിൽ. അപ്പോൾ 4 പോർട്ട് 3 പൊസിഷൻ 4/3 വാൽവാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിസ്റ്റൺ, ഇതിനകത്ത് വരുന്ന പിസ്റ്റൺ, ഇതാണ് പിസ്റ്റൺ വരുന്നത്. 2 സൈഡിലും സ്പ്രിങ്ങും ഉണ്ട്, അതേപോലെ 2 സൈഡിലും മാനുവലായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനവുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇതിനകത്ത് വരുന്ന പിസ്റ്റൺ അങ്ങേയറ്റത്ത്, അല്ലെങ്കിൽ പിസ്റ്റൺ അല്ലെങ്കിൽ സ്പൂൾ എന്നാണ് പറയുന്നത്. സ്പൂൾ അങ്ങേയറ്റത്ത് വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഇതിലേക്ക് കൂടി ഇൻലെറ്റിൽ കൂടി എയർ പുറത്തോട്ട് ഇൻലെറ്റിൽ കൂടി എയർ ഇൻ ചെയ്യുന്നു, ഔട്ട്ലെറ്റിൽ കൂടി എയർ ഔട്ട്ലെറ്റ് പോകുന്നു. ഓക്കെ, ഈ സ്പൂൾ നടുക്ക് വരുമ്പോഴേക്കും സംഭവിക്കും, നടുക്ക് വരുമ്പോഴേക്കും ഇവിടുത്തെ പോർട്ടും ഇവിടുത്തെ പോർട്ടും തമ്മിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്നു, ഈ 2 പോർട്ടും ക്ലോസ് ആവുന്നു. ഇപ്പുറത്ത് എത്തുമ്പോഴേക്കും സംഭവിക്കും, ഇവിടെ നിന്നുള്ള പോർട്ട് ഈ പാർട്ടിലോട്ട് ഓപ്പൺ ആവും, ഇവിടെ നിന്നുള്ള പോർട്ട് ഈ പോർട്ടിലോട്ട് ഓപ്പൺ ആവും. ഓക്കെ, ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള പോർട്ട് നേരെ ഇങ്ങനെ വന്ന്, അതേസമയം ഇവിടെ നിന്നുള്ള പോർട്ട് ഇങ്ങനെ വന്ന്. ഓക്കെ, അതാണ് ഈ വാൽവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ബ്ലൂ ഓഫ് എന്ന് പറയുന്നത് ഇതാണ്, ബ്ലീഡ് ഓഫ് എന്ന് പറയുന്നത് ഇതാണ്, ഈ റിസർവറിലോട്ട് വന്ന ഭാഗം. ഇവിടെ ഈ ഒരു സെറ്റപ്പ് അങ്ങനെ തന്നെ എടുത്ത് ബ്ലീഡ് ഓഫിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ബ്ലീഡ് ഓഫ് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഇതൊക്കെ ബ്ലീഡ് ഓഫ് ആണ്, ഇത് പുറത്തോട്ട് വരുന്നത്. ഇതിൻ്റെ ഇത് നോക്കാം, പോപ്പറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻലെറ്റ് ത്രൂ ഔട്ട്, അതായത് പുറത്തോട്ട് വരുന്ന ഔട്ട്ലെറ്റിലോട്ട് വരുമ്പോഴേക്കും, അതായത് ഈ സിലിണ്ടറിൻ്റെ പുറത്തോട്ട് വരുന്നതെന്ന് വിചാരിക്കുക, സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ലിക്വിഡ്. അപ്പോൾ സിലിണ്ടർ മേലോട്ട് പ്രസ് ചെയ്യുമ്പോഴേക്കും സംഭവിക്കും, ഇതിനകത്തുള്ള ലിക്വിഡ് നേരെ പുറത്തോട്ട് വരുന്നു. അതാണ് ഔട്ട്ലെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഔട്ട്ലെറ്റ് എന്ത് ചെയ്യും? ഇതിലേക്ക് കൂടി നേരെ ത്രൂ ഔട്ട് ഇങ്ങോട്ട് വരും. ഇതിലേക്ക് കൂടി നേരെ വരുമ്പോഴേക്കും ഇവിടെ പോപ്പറ്റ് ക്ലോസ് ആവും. അപ്പോൾ ഇതിലേക്ക് കൂടി ആയിരിക്കും വരുന്നത്. അപ്പോൾ എവിടെയാണ് ഔട്ട്ലെറ്റിലാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പോപ്പറ്റ് അവിടെ വരും, ആദ്യം വരും. ഔട്ട്ലെറ്റിലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പോപ്പറ്റിൻ്റെ അവിടെ ഈ പോപ്പറ്റിൻ്റെ സർക്കിള് ആദ്യം വരും. ഇൻലെറ്റ് ആണെങ്കിൽ ഈ സാധനം ഈ പോപ്പറ്റ് തിരിച്ചു വരും. ഓക്കെ, ഈ പോപ്പറ്റിൻ്റെ ഈ ഡയറക്ഷനിലാണ് ഔട്ട്ലെറ്റ് ആണോ ഇൻലെറ്റ് ആണോ ഈ ഫ്ലോ കൺട്രോൾ ഡിവൈസ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഈ ഇതാണ് ഫ്ലോ കൺട്രോൾ ഡിവൈസ് എന്ന് പറയുന്നത്. ഈ ഫ്ലോ കൺട്രോൾ ഡിവൈസ് എന്ന് പറയുന്നത് ഒരു പോപ്പറ്റും ഒരു റിഫൈസ് വേരിയബിൾ ആയിട്ടുള്ളൊരു ഗേജും ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് എൻ്റയർ സാധനമാണ് ഒരു ഫ്ലോ കൺട്രോൾ ഡിവൈസ് അല്ലെങ്കിൽ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഔട്ട്ലെറ്റിലോട്ടാണ് നമ്മളുടെ കൺട്രോൾ. അല്ലെങ്കിൽ മീറ്റർ ഔട്ട്ലെറ്റ് ആണെങ്കിൽ, മീറ്റർ ഇൻ ആണെങ്കിൽ ഈ പോപ്പറ്റ് തിരിഞ്ഞ് വരും, മീറ്റർ ഔട്ട് ആണെങ്കിൽ ഈ പോപ്പറ്റ് ഇങ്ങനെ വരും. ഇനി ബ്ലീഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഈ പോപ്പറ്റ് അങ്ങനെ തന്നെ എടുത്ത് റിസർവറിൻ്റെ അവിടെ വരും. ഇതാണ് റിസർവറിൻ്റെ അവിടെ വരും. ഓക്കെ, ഇതാണ് ബ്ലീഡ് ഓഫ്. ബ്ലീഡ് ഓഫ് നോക്കിയേ, ഈ 2 ഇൻലെറ്റിലോ അല്ല ഔട്ട്ലെറ്റിലോ അല്ല ഇത് വരുന്നത്. ഈ സാധനം വരുന്നത് റിസർവറിൻ്റെ അവിടെയാണ് ഈ സാധനം വരുന്നത്. ആണ് ഈ സാധനമാണ് വരുന്നത്. ഇത് റിസർവറിൻ്റെ അവിടെയാണ് വരുന്നത്. ഓക്കെ, അടുത്താണ് ഷട്ടിൽ വാൽവ്. ഷട്ടിൽ വാൽവാണ്. ഷട്ടിൽ വാൽവ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അത് ഒരു യൂണി ഡയറക്ഷണൽ വാൽവ് തന്നെയാണത്. അത് ഒരു ഡയറക്ഷനിലോട്ട് മാത്രം ഇത് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം വാൽവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഷട്ടിൽ വാൽവ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പലതരത്തിലുള്ള ഷേപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഷട്ടിൽ കോട്ട് പോലത്തെ ഒരു സാധനമാണ് ഇവിടെ. ഷട്ടിലിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതില്ലേ കോർക്കില്ലേ, ആ ഒരു ഷേപ്പാണ് ഇതിനകത്ത് വരുന്നത്. കണ്ടോ, അതുകൊണ്ടാണ് ഇതിന് ഷട്ടിൽ വാൽവ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു വാൽവ് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാൽവ് ഉള്ളിലോട്ട് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാട്ടർ ഇതിലേക്ക് കൂടി കയറി പുറത്തോട്ട് വരുന്നു. ഇനി ഈ വാൽവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണെങ്കിൽ നേരെ പുറത്തോട്ട് വന്ന് ഇത് അടയുന്നു. പിന്നെ അവിടെ ഫ്ലോ കൺട്രോളബിളാണ്, ഫ്ലോ പോവില്ല. ഓക്കെ, അതാണ് ഷട്ടിൽ വാൽവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഷട്ടിൽ പോലെ അങ്ങാടും ഇങ്ങോട്ടും മാറുന്നതിനാണ് ഷട്ടിൽ വാൽവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അത് തന്നെ പോപ്പറ്റ് ഉണ്ട്. ഇനി തന്നെ ഇതേ സാധനം തന്നെ ഷട്ടിലിന് പകരം നമ്മൾ പോപ്പറ്റ് യൂസ് ചെയ്യും, ഒരു ബോൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പോപ്പറ്റിൻ്റെ സിമ്പിളാണ്, പോപ്പറ്റ് വാൽവിൻ്റെ സിമ്പിളാണ്, ഒരു യൂണി ഡയറക്ഷണൽ വാൽവിൻ്റെ ഒരു സിമ്പിളാണ് ഈ സാധനം. നമ്മൾ നേരത്തെ കണ്ടു എന്താണ് പോപ്പറ്റ് വാൽവ് നമ്മൾ കണ്ടു. ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ ഇതിന് ഇത് പോസിബിൾ ഉള്ളൂ. അതായത് ഈ ഒരു ഡയറക്ഷനിൽ എയിൽ നിന്ന് ബിയിലോട്ടാണെന്നുണ്ടെങ്കിൽ, ബിയിൽ നിന്ന് എയിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇതാണ് ബി, ഇതാണ് എ. ബിയിൽ നിന്ന് എയിലോട്ട് വാട്ടർ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ബിയിൽ നിന്ന് വരുന്ന വാട്ടറിൻ്റെ പ്രഷർ കാരണം ഇത് നേരെ വന്ന് അടയുന്നു. പിന്നെ അവിടെ ഫ്ലോ ബ്രേക്ക് ആവുന്നു. ഇത് എയിൽ നിന്ന് ബിയിലോട്ടാണെങ്കിലാ
ഇതിന് നേരെ വരുന്നു. ഈ പ്രഷർ കാരണം, വാട്ടർ പ്രഷർ കാരണം ഈ പോപ്പറ്റ് ബാക്കിലോട്ട് പോരുന്നു. ഈ പോപ്പറ്റിൻ്റെ രണ്ട് സൈഡിൽ കൂടി വെള്ളം പുറത്തോട്ട് പോകുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ പോപ്പറ്റ് വർക്ക് ചെയ്യുന്നത്. ഇത് ഫ്ലോ കൺട്രോൾ ഡിവൈസാണ്. ഇത് നമ്മളുടെ പോപ്പറ്റാണ്. ഇത് 3 പോർട്ട് പോപ്പറ്റാണ്. ഇത് നോക്കാം, ഈ ഒരു പോർട്ട് നോക്കാം. ഇതെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടത് 2 പോർട്ടാണ്, 2 പോർട്ടേ ഉള്ളൂ. ഇവിടെ എയും ബിയും ഉള്ളൂ. പക്ഷേ ഇവിടെ നോക്കാം, ഇവിടെ 3 പോർട്ടാണ് അല്ലേ. ഈ ഒരു സാധനത്തിന് 3 പോർട്ടാണ്, 3 പോർട്ടുണ്ട്. അതായത് ഈ ഡയറക്ഷനിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന പോപ്പറ്റ് നേരെ പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഈ ബിയിൽ നിന്ന് എയിലോട്ട് ഫ്ലോ പോകില്ല. പക്ഷെ എന്ത് ചെയ്യും, ബി നേരെ ഇതിലേക്ക് കൂടി പുറത്തോട്ട് പോകുന്നു. ഇനി ഇതിലേക്ക് കൂടിയാണ് വെള്ളം വന്നതെങ്കിൽ, ഇതിലേക്ക് കൂടി വാട്ടർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലിക്വിഡ് വന്നു കഴിഞ്ഞാൽ ഈ പോപ്പറ്റ് നേരെ ഇപ്പുറത്തോട്ട് പോകുന്നു. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് പോകില്ല, പക്ഷേ പിയിലോട്ട് പോകും, അടുത്ത പോയിന്റിലോട്ട് പോകും. ഓക്കെ, അതാണ് 3 വേ അല്ലെങ്കിൽ 3 പോയിന്റ് പോപ്പറ്റ് വാൽവ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഷട്ടിൽ വാൽവ് എന്ന് വിളിക്കുന്നത്. ഇതിനെ ഷട്ടിൽ വാൽവ്, 3 പോയിന്റ് ഷട്ടിൽ വാൽവ് എന്ന് വിളിക്കുന്നു. ഇതൊരു ഷട്ടിൽ വാൽവാണ്. ഓക്കെ, അതായത് ഈ ഷട്ടിൽ സർവീസ് പോലെ ഇതാണ് അങ്ങാടും ഇങ്ങാടും ഇത് ചെയ്യണമനുസരിച്ച് ഈ ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ പ്രഷർ പോകുള്ളൂ. ഈ ഷട്ടിൽ അങ്ങാടും ഇങ്ങോട്ടും പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പൈപ്പിലോട്ട്, എയിൽ നിന്നും ബിയിലോട്ടോ ബിയിൽ നിന്ന് എയിലോട്ടോ വെള്ളം പമ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വെള്ളം പോകാതിരിക്കാൻ, ലിക്വിഡ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ഇവിടെ ഈ പോപ്പറ്റ് യൂസ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് ഈ ഒരു ഡയറക്ഷനിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലിക്വിഡ് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ അത് ഷട്ടിൽ ആക്ഷൻ, അല്ലെങ്കിൽ ഒരു ബോളറ്റ്, ഒരു പോപ്പറ്റ് ആക്ഷൻ വഴിയാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഷട്ടിൽ വാൽവ്, ഇതിൻ്റെ സിമ്പിൾ 3 പോയിട്ട് ഷട്ടിൽ വാൽവാണത്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലോട്ട് നമ്മൾ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ പോപ്പറ്റ് എന്ത് ചെയ്യും, ഇപ്പുറത്തൊന്ന് അടയും. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലോട്ട് നമുക്ക് വാട്ടർ പമ്പിങ് നടക്കില്ല. ഈ ഒരു ഡയറക്ഷനിലോട്ട് വന്നാലോ, ഇവിടെ നിന്നുള്ള പോപ്പറ്റ് ഇപ്പോൾ ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് വരുന്നത്, വെള്ളം വാട്ടർ പമ്പ് ചെയ്യുന്ന ഈ ഒരു ഡയറക്ഷനിലോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ബോൾ നേരെ ഇവിടെ വന്ന് അടയുന്നു, ഇത് നേരെ ഇപ്പുറത്തോട്ട് പോകുന്നു. ഇതൊരു ഫ്ലോ കൺട്രോളബിൾ ഡിവൈസാണ്, ഫ്ലോ സ്പീഡ് കൺട്രോൾ ഡിവൈസാണ്. ഓക്കെ, ഇത് 2 വാൽവ് അറേഞ്ച്മെൻ്റ് ആണ്. ഇത് എത്ര പോർട്ടുള്ള വാൽവാണ്? 1, 2, 3 പോർട്ടുള്ള വാൽവാണ്. ഈ റെക്റ്റാങ്കിളിനെ 2ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, 2 സ്ക്വയറാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ക്വയറിൽ എത്ര പരകളുണ്ടെന്ന് നോക്കാം. ഒന്ന് ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് 3 പോർട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3/2 വാൽവാണ്. ഇത് നോക്കാം, ഇതും 3/2 വാൽവാണ്. ഈ ഒരു റെക്റ്റാങ്കിളിനെ എത്രയാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഒരു പോർട്ട് ഇവിടെ, ഒരെണ്ണം ഇവിടെ, അങ്ങനെ 3 പോർട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇത് കാണിക്കാൻ വിട്ടവരുണ്ടാകും, ഇത് എൻഡ് ചെയ്യണമായിരുന്നു. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.